ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പൊ ആദ്യം ഞാൻ ഡൈപോൾ വരച്ചു. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് ഡൈപോൾ. ഇതിന്റെ ലെങ്ത് വളരെ സ്മോൾ ആയിരിക്കും. ഇത് ഞാൻ -q എടുത്തു, ഇത് ഞാൻ +q എടുത്തു. ഇവർക്കിടയിലെ ഡിസ്റ്റൻസ് 2a. ശരിയല്ലേ? നമ്മൾ ചിത്രത്തിലാണ് എത്ര കാണിക്കുക? സാധാരണ വളരെ ചെറുതായിരിക്കും. അപ്പോൾ this is -q and this is +q separated by distance 2a. ഈ ഇക്വറ്റോറിയൽ ലൈൻ ആണ് ഇങ്ങനെ വരച്ച് ഇത് ആക്സിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ആക്സിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുത്തു, സെന്റർ വരച്ചു. ആ ഡിസ്റ്റൻസിൽ p എന്നൊരു പോയിന്റ് എടുത്തു. ക്ലിയർ ആയി? അപ്പോ ഇപ്പൊ നിങ്ങൾ നോക്കുക, p എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് p എന്ന പോയിന്റ് ഇയാൾ ഇക്വറ്റോറിയൽ ലൈനിലല്ലേ? ഇതാണ് ഡൈപോൾ. ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനാണ് ഇപ്പോ p ഇരിക്കുന്നത്. സെന്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് a വരും, ഈ ഡിസ്റ്റൻസും a വരും. ക്ലിയർ? അപ്പൊ നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു ഡൈപോൾ. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് p എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആര് കാരണമാണ്? ഡൈപോൾ കാരണം. ശരിയല്ലേ? ഈ ഡൈപോൾ കാരണം ഇയാൾ. പക്ഷെ ഇയാൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ലൈനിലാണ്? ഇക്വറ്റോറിയൽ ലൈൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ഈ p എന്ന പോയിന്റിൽ ആരെങ്കിലും ഈ +q ഈ -q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, അതേപോലെ +q കാരണം ഉണ്ടാവില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് അല്ല വേണ്ടത്. അല്ലാണ്ട് ഈ ഡിസ്റ്റൻസ് കിട്ടിയ കാര്യമില്ലല്ലോ. കാരണം ഇയാളും ഈ +q ഈ പോയിന്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് പറഞ്ഞത്. എങ്ങനെ നോക്കുക? നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. സോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് r² + a². ക്ലിയർ? കാരണം നമുക്ക് ഈ ആംഗിൾ ഞാൻ തീറ്റ എടുത്തിലേക്ക്, ഈ ആംഗിൾ ഞാൻ തീറ്റ എടുത്തു അല്ലെ? ഈ ആംഗിൾ തീറ്റ എടുത്ത് ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നെ വരും അഡ്ജസന്റ് സൈഡ്, അതേപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഹൈപ്പോട്ടനസ് ആയിരിക്കും. അപ്പൊ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് r² + a². അപ്പൊ ഇതും റൂട്ട് ഓഫ് r² + a² ആണ്. ഇതും എന്തൊക്കെയാണ്? റൂട്ട് ഓഫ് r² + a². ക്ലിയർ? ഇനി ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു +q. നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്സിയൽ ലൈനായിരുന്നു, ഇക്വറ്റോറിയൽ ലൈനായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു +q. അതിന് ഒരു പേര് കൊടുത്തു, ഞാൻ a എടുത്തു, ഇത് ഞാൻ p എടുത്തു അല്ലെ? ഇത് ഓൾറെഡി ഇവിടെ p ഉണ്ട്. ശരി? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു +q. അപ്പൊ അതിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ആണ് ആദ്യം. E1 = 1/4πε0. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് q ഡിവൈഡിങ് ബൈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കേണ്ടത്. കാരണം ഇയാൾ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് റൂട്ട് ഓഫ് r² + a². അതിന്റെ സ്ക്വയർ വേണ്ടേ? കാരണം ഇലക്ട്രിക് ഫീൽഡ് ഫോം എന്താണ്? 1/4πε0 q/r². r ന്റെ വാല്യൂ റൂട്ട് ഓഫ് r² + a². അതിന്റെ സ്ക്വയർ വേണ്ടേ? r² + a². ക്ലിയർ? കാരണം റൂട്ട് പോകാൻ അതിന്റെ സ്ക്വയർ. ശരിയല്ലേ? ഇക്വേഷൻ 1 മനസ്സിലായിട്ടുണ്ടോ? ഈ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് ഡയറക്ഷൻ അറിയണ്ടേ? അപ്പൊ ഡയറക്ഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യും? ഈ p എന്ന പോയിന്റിലാണ് ടെസ്റ്റ് ചാർജ്. അപ്പൊ ഈ p എന്ന ടെസ്റ്റ് ചാർജ് ഈ +q എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? ഈ സാധനം റിപ്പൽ ചെയ്യും. കാരണം ഇത് പ്ലസ് ആണ്. പ്ലസ് ഈ ഇവിടുത്തെ പ്ലസിനെ റിപ്പൽ ചെയ്യും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് ആരുടെ ഡയറക്ഷൻ വരിക? സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് E1. മനസ്സിലായിട്ടുണ്ടോ? കാരണം ലൈൻ ജോയിൻ ചെയ്യാൻ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. അപ്പൊ ഇതാണ് ഡയറക്ഷൻ ഓഫ് E1. ക്ലിയർ? ഡയറക്ഷൻ ഓഫ് E1 മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ നമുക്ക് p എടുക്കാം അല്ലെ? കാരണം p-യിലേക്കാണ് ഡയറക്ഷൻ. അല്ല നമുക്ക് ലെഫ്റ്റ് റൈറ്റ് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ p ഇയാളെ റിപ്പൽ ചെയ്യും. ക്ലിയർ? ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു -q ആണ്. -q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ E2 is nothing but equal to 1/4πε0. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ
എന്ത് വരും? Again r square plus a square. Clear? Equation 2. ഇനിയാണ് ഡയറക്ഷൻ പറയുന്നത്. ഡയറക്ഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് -2 ആണ്. ടെസ്റ്റ് ആണെങ്കിൽ -2 എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? കാരണം ഈ ടെസ്റ്റ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, മൈനസ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ആരുടെ ഡയറക്ഷൻ? So this is the direction of E2. Clear? This is the direction of E2. P എന്ന ടെസ്റ്റ് ആകട്ടെ +q റിപ്പൽ ചെയ്യും, -q അട്രാക്ട് ചെയ്യും. അല്ലേ? നമുക്ക് എന്ത് എഴുതാം? Towards PA. Towards PA. Correct അല്ലേ? ഇത് മാഗ്നിറ്റ്യൂഡ്, ഇത് ഡയറക്ഷൻ. Towards PA. മറ്റെന്താണ്? Towards PP. ഇതിലേറ്റം PP. അല്ലെങ്കിൽ away BP. അതാണുള്ളത് away. Away BP. Clear? അപ്പൊ നമുക്ക് രണ്ട് ആളുടെയും ഈ P എന്ന പോയിന്റിൽ +q കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, -q കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതേപോലെ രണ്ടാളുടെ കിട്ടി ഡയറക്ഷൻ കിട്ടി. അപ്പൊ രണ്ടാളെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതേപോലെ രണ്ടാളെ ഡയറക്ഷൻ കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എന്തായാലും ചെയ്തത് ആക്സിയലായി എളുപ്പമായിരുന്നു. E1 ഇങ്ങോട്ട് കിട്ടി, E2 ഇങ്ങോട്ട് കിട്ടി, രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷൻ വന്നാൽ നമുക്ക് ആഡും ചെയ്യാം, പെർപെൻഡിക്കുലർ വന്നാൽ റൂട്ടും ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്യും? വെക്ടർ അഡിഷൻ അപ്ലൈ ചെയ്യും. ശരിയല്ലേ? അപ്പൊ അതിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ രണ്ടാളും മാഗ്നിറ്റ്യൂഡ് നോക്ക്. ഈ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? രണ്ടാളും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ആര് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ? ഡയറക്ഷൻ മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E2 ഈക്വൽ ടു, ഞാൻ E എടുക്കുന്നേക്കാം, അല്ലെങ്കിൽ E' അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E2 ഈക്വൽ ടു E'. ശരിയല്ലേ? ഇത് നിങ്ങൾ ചെയ്യേണ്ട ഈ ആംഗിൾ നീക്കിയല്ലേ. അപ്പൊ എന്തായാലും ഒരു വെക്ടർ E1 ഇങ്ങോട്ട് E2 ഇങ്ങോട്ട്, അപ്പൊ ഒരു റിസൾട്ടന്റ് ഇങ്ങോട്ടല്ല വരിക, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടല്ല വരിക. മാറിപ്പോയത് E' കൺഫ്യൂഷൻ വേണ്ട. മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 മാഗ്നിറ്റ്യൂഡ് ഓഫ് E2. ഇപ്പൊ നോക്കാം, E1 ഇങ്ങോട്ട് E2 ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ വെക്ടർ ചെയ്യുമ്പോൾ രണ്ടാളും ഓപ്പോസിറ്റ് സൈഡ്സ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് റിസൾട്ടന്റ് വരുന്നത്. നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് കണ്ടീഷൻസ് നോക്കിയാൽ മതി അല്ലേ? റിസൾട്ടന്റ് ഇങ്ങോട്ട് വരും. അപ്പൊ ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? കാരണം ഈ ആംഗിളാണ് തീറ്റ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വരച്ചാൽ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ശ്രദ്ധിക്കുക, കാരണം നേരത്തെ ചെയ്ത പോലെ E1 - E2 ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെക്ടർ അഡിഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? E1 E2 റിസൾട്ടന്റ് ഇങ്ങോട്ട് വരും. ക്ലിയർ? അപ്പൊ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ. അപ്പൊ നമുക്ക് ഈ തീറ്റയെ റിസോൾവ് ചെയ്യാം. അപ്പൊ E1 ഏതൊക്കെ കോമ്പണന്റ് ഉണ്ടാവും? നമുക്കറിയാം, റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് വരും. ശരിയല്ലേ? അപ്പൊ അത് ഏത് കോമ്പണന്റ് ആയിരിക്കും? ഇത് E1 sin തീറ്റ. ശരിയല്ലേ? E1 sin തീറ്റ. കാരണം ഇത് തീറ്റയാകുമ്പോ ഇത് പ്ലെയിൻ ആണ് E1. അപ്പൊ ഇയാളെ സൈൻ കോമ്പണന്റ് ഇങ്ങോട്ട് വരും, കാരണം വെർട്ടിക്കൽ കോമ്പണന്റ്. ഇത് ഹൊറിസോണ്ടൽ കോമ്പണന്റ്, ഇത് ഇങ്ങോട്ട് വരും. ഇത് വരും E1 cos തീറ്റ. ക്ലിയർ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആംഗിൾ തീറ്റ വന്നു, ഇത് E1. അപ്പൊ E1 ഞാൻ റിസോൾവ് ചെയ്തപ്പോ ഈ കോമ്പണന്റ് E1 sin തീറ്റ, ഈ കോമ്പണന്റ് E1 cos തീറ്റ. ക്ലിയർ? ഇനി ഞാൻ E2 റിസോൾവ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ E2 റിസോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ ആംഗിൾ തീറ്റ തന്നെയല്ലേ? അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആരെന്ന് വരും? E2 cos തീറ്റ. ക്ലിയർ? താഴേക്ക് ആര് വരും? E1 sin തീറ്റ. ക്ലിയർ? അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. E1 ഉം E2 ഞാൻ കണ്ടുപിടിച്ചു, രണ്ടാളെ മാഗ്നിറ്റ്യൂഡും സെയിം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് E1 ഇങ്ങോട്ടേക്ക് E2. അപ്പൊ റിസൾട്ടന്റ് ഇങ്ങോട്ട് വരും. വെക്ടർ അഡിഷൻസ് നോക്കിയാൽ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ. അപ്പൊ E1 റിസോൾവ് ചെയ്തു, ഇങ്ങോട്ടേക്ക് E1 sin തീറ്റ, ഇങ്ങോട്ടേക്ക് E1 cos തീറ്റ. ഇനി E2 റിസോൾവ് ചെയ്തു, അപ്പൊ ഇങ്ങോട്ടേക്ക് E2 cos തീറ്റ, ഇങ്ങോട്ടേക്ക് E1 sin തീറ്റ. ശരിയല്ലേ? നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് E1
E1 cos θ, E2 cos θ. പക്ഷെ അവർ ക്യാൻസൽ ചെയ്ത് പോകില്ല. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകാത്തത്? രണ്ടാളും സെയിം ഡയറക്ഷൻ ആണ്. പിന്നെ അവിടെ മാഗ്നിറ്റ്യൂഡ് എന്തുവാണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? E1 cos θ, അതേപോലെ തന്നെ E2 cos θ. ഏത് ഡയറക്ഷൻ വരും? സെയിം ഡയറക്ഷൻ വരും. അപ്പൊ ഇവരെ ക്യാൻസൽ ആയി പോകും. പക്ഷെ ഇയാൾ എന്ത് ചെയ്യൂല? ക്യാൻസൽ ആയി പോകൂല. ക്ലിയർ? പിന്നെ ഈ E1 ന്റെ വാല്യൂ E2 ന്റെ വാല്യൂ തുല്യമല്ലേ? ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പോയി ഈ കോസ് കോമ്പണന്റ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ആണ്. ശരി, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. അപ്പൊ അത് എന്ത് സംഭവിക്കും? E is nothing but equal to E1 cos θ plus E2 cos θ. കാരണം സൈനിന്റെ കോമ്പണന്റ് ഒക്കെ ക്യാൻസൽ ആയി. കോസ് മാത്രമേ ഒരേ ഡയറക്ഷൻ വരുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം രണ്ടാളും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to 2E1 cos θ എന്ന് എഴുതിക്കൂടെ? കാരണം E1 ന്റെ E2 ന്റെ വാല്യൂ തുല്യമല്ലേ? അപ്പൊ രണ്ടും കൂടെ ഒന്ന് E1 എടുത്താൽ E2 എടുക്കാം. ഞാൻ E1 ആക്കി എടുത്തത്. അപ്പൊ എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് മാത്രമേ തുല്യമുള്ളൂ, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ E is equal to അതുപോലെ മാഗ്നിറ്റ്യൂഡ് കാണുന്നുള്ളൂ. E is equal to E1 cos θ. ക്ലിയർ? ഇനി നിങ്ങൾ ഈ ചിത്രം നോക്കുന്നത് cos θ എന്താ പറയുക? cos θ equal to cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjacent side by hypotenuse അല്ലേ? ആരാണ് adjacent side? ഈ ആംഗിൾ θ. adjacent side A divided by ആരാണ് hypotenuse? root of r square plus a square. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? a divided by ഇതിനെ നമുക്ക് r square plus a square raised to 1/2 എഴുതുക. കാരണം റൂട്ട് എന്നത് 1/2 എന്നൊന്നല്ലേ. ഇനി E1 ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E2 ഈക്വൽ ടു E1. ആ വാല്യൂ പ്രാർത്ഥന തുല്യമാണ് 1/4πε0 q by r square plus a square. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ 1 ഉം 2. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും E is nothing but equal to എന്താ പറയുക? 2 into അല്ലേ? E1 ന്റെ വാല്യൂ E1 ആരാണ്? 1/4πε0 റൈറ്റ്. എന്താ പറയുക? q by r square plus a square. ക്ലിയർ? a square into cos θ. cos θ ന്റെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് a dividing by എന്താണ്? r square plus a square raised to 1/2. ശരിയല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ E is nothing but equal to 1/4πε0. ഇതിലേക്ക് q into 2a കൂടെ അല്ലേ? കാരണം q എന്ന് പറഞ്ഞ സംഭവമുണ്ട്, 2a വേണ്ട. q into 2a എഴുതി ഡിവൈഡ് ബൈ ഇത് നമുക്ക് ആഡ് ചെയ്യുന്നത് ഇത് raised to 1 അല്ലേ? ഇത് 1/2. അപ്പൊ a raised to m into a raised to n plus n അല്ലേ? അപ്പൊ എന്ത് കിട്ടും? r square plus a square raised to 3/2. 1 plus 1/2. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1/2. 1 plus 1/2 3/2. ആരാണ് q into 2a? നമ്മൾ ഓൾറെഡി പഠിച്ചത് q into 2a എന്ന് പറഞ്ഞാൽ p അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും E is nothing but equal to 1/4πε0 p divided by എന്ത് വരും? r square plus a square all raised to 3/2. ക്ലിയർ? ഇതാണ് ഇക്വറ്റോറിയൽ ലൈനിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഓൾറെഡി നമ്മൾ കിട്ടി അല്ലെ? ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി വെക്ടർ അഡീഷൻസ് വരച്ചപ്പോൾ ഇങ്ങോട്ട് കിട്ടി. ഇവിടെയും നമ്മൾ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ. കാരണം എന്താണ്? ഈ ഡിസ്റ്റൻസ് ഈ എ നമ്മൾ വളരെ സ്മോൾ ഡിസ്റ്റൻസ് ആരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് കാരണം ഈ പോയിന്റ് ഇവിടേക്ക് വരാം. ശരി? അപ്പൊ എന്ത് വരും? r is very greater than a. അപ്പോൾ ആരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ a square ക്യാൻസൽ ആയിരിക്കും അല്ലേ? a square എന്ത് ചെയ്യാം? നെഗ്ലിക്റ്റ്. a square നെഗ്ലിക്റ്റ്. ഇവിടെ ബാക്കി ആരാണുള്ളത്? E is nothing but equal to
ഇവിടെ നോക്കുമ്പോൾ ആ സ്ക്വയർ ഉണ്ട്, പിന്നെ റേസ് ടു 3/2, 6/2 കിട്ടും. 6/2 അല്ലെങ്കിൽ ഈ 2 ക്യാൻസൽ ആവും, എന്ത് കിട്ടും? ആർ ക്യൂബ് കിട്ടും. ശരിയല്ലേ? അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്തു, കാരണം ആർ വളരെ വലുതായിരിക്കും. അപ്പൊ എന്ത് കിട്ടും? പി ബൈ ആർ ക്യൂബ് കിട്ടി. ഇതാണ് നമ്മുടെ ഫോർമുല. കറക്റ്റ്. അപ്പൊ ഇതാണ് ഇക്വറ്റോറിയൽ ലൈനിന്റെ ഫോർമുല. E is equal to 1/4πε0 p by r cube. അല്ലെ? ഇനി ഇയാളുടെ ഡയറക്ഷൻ നമ്മൾ വെക്ടർ ഫോർമുല എഴുതിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഞാൻ എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? ഇനി ഇയാളെ ഡയറക്ഷൻ ഞാൻ നോക്കാം. ഡയറക്ഷൻ മീൻസ് ഓൾറെഡി നമ്മൾ ചിത്രത്തിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇയാളുടെ ഡയറക്ഷൻ എങ്ങനെ എഴുതാം? മീൻസ് വെക്ടർ ഫോർമുല എടുക്കുമ്പോൾ E equal to 1/4πε0 p by r cube into minus p cap. Minus p cap. എന്താണ് മൈനസ് p cap വെച്ച് എഴുതാൻ? ശ്രദ്ധിക്കണം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇങ്ങോട്ട് എടുക്കരുത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇങ്ങോട്ട് എടുക്കരുത്. നോക്കാം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് എടുക്കില്ലേ? ഇനി ഇതല്ല മൈനസ് ക്യൂ, ഇത് പ്ലസ് ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു ഡയറക്ഷൻ ഇവിടെ നിന്നോട്ട് അല്ലെ? ഇത് മൈനസും ഇത് പ്ലസ്. ഡൈപോൾ ഇവിടെ നിന്നോട്ട്, ഡൈപോൾ ഇങ്ങോട്ടും പോകും. ശരിയാണ്? അപ്പൊ എന്താണ് കൺക്ലൂഷൻ? ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും ഒരേ ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് മൈനസ് പി ക്യാപ്പ് വന്നാൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ. മൈനസ് പി ക്യാപ്പ് വന്നാൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ആർ ഇൻ opposite direction or anti-parallel. Opposite direction എന്ന് പറയാം, അല്ലെങ്കിൽ എന്ന് പറയാം anti-parallel എന്ന് പറയാം. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പൊ അത് കാരണം ഇവിടെ മൈനസ് പി ക്യൂ. അപ്പൊ നമുക്ക് വരച്ചു നോക്കിയാൽ മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഡൈപോൾ ഇങ്ങോട്ടേ. പക്ഷെ അത് ശ്രദ്ധിക്കണം, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഫോർമുല. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. 1/4πε0 p by r cube. ഡയറക്ഷൻ അത് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഈ രണ്ട് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ആക്സിയൽ ലൈനിലും ഒന്ന് ഇക്വറ്റോറിയൽ ലൈനിലും. ശരിയല്ലേ? അപ്പൊ നോക്കിയാൽ രണ്ട് ഫോർമുല ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആക്സിയൽ ലൈനിൽ എന്താ കിട്ടിയത്? 1/4πε0 2p by r cube. ഇക്വറ്റോറിയൽ ലൈനിൽ 1/4πε0 p by r cube. പിന്നെ ഡയറക്ഷൻ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളും ഒരേ ഡയറക്ഷൻ. അപ്പോൾ p ക്യാപ്പ്. ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ മൈനസ് p ക്യാപ്പ്. ശരിയല്ലേ? അപ്പൊ ഇവരെ തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താ വെച്ചാൽ നമുക്ക് ഈ ആക്സിയൽ എന്താ കിട്ടിയത്? ഈ ആക്സിയലിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നത് 1/4πε0 2p by r cube. ശരിയല്ലേ? ഇനി ഈ ഇക്വറ്റോറിയൽ എന്താ കിട്ടിയത്? 1/4πε0 p by r cube കിട്ടി. ശരിയല്ലേ? p by r cube കിട്ടി. ക്ലിയർ? അത് രണ്ടും ഡിവൈഡ് ചെയ്യുന്നത് ഈ ആക്സിയൽ ഡിവൈഡിംഗ് ബൈ ഈ ഇക്വറ്റോറിയൽ ഈക്വൽ 1/4πε0 1/4πε0 by cancel. p cancel, r cube cancel. ശരിയല്ലേ? ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ഓൾവേസ് ഈക്വൽ ടു 2. പ്രൂവ് ചെയ്യാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട്